ഹലോ, വെൽക്കം ടു ജെനി പ്രൊഫഷണൽ മേക്കപ്പ്. ഇന്ന് 3 ബ്രൈഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും വെഡ്ഡിങ് ഡേ ആണ്. അതിൽ ഫസ്റ്റ് ബ്രൈഡ് ഡോക്ടർ ടീനു ആണ്. ടീനുവിൻ്റെ ഞാൻ ബിഫോറുള്ള വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ മേക്കപ്പ് ഒക്കെ ഏകദേശം കഴിഞ്ഞ് ടീനു ഹെയർ സ്റ്റൈലിങ്ങിന് പോയപ്പം അന്നയുടെ മേക്കപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുവാണേ. അന്നയ്ക്ക് നാച്ചുറലി നല്ല കേളിയാണ് ഹെയർ. അപ്പോൾ ആ കേള് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലിംഗ് ആയിരുന്നു. ഈ മേക്കപ്പ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഐ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മെസ്സ് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് ആദ്യം തന്നെ ഗ്ലിറ്റേഴ്സും കൺസീലിംഗ് ഒക്കെ ചെയ്തിട്ട് ഐയും ഐ ലാഷസും ഒക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഫേസ് ക്ലീൻ ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് മേക്കപ്പിൻ്റെ സ്റ്റാർട്ടിങ് ചെയ്യുക. ഓൾറെഡി ഉള്ള ഈ നാച്ചുറൽ കേൾസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചിങ്കിയനാണ് ഇട്ടിട്ടുള്ളത്. ഈ ചിങ്കിയൻ്റെ കറക്റ്റായിട്ടുള്ള ആ വിസിബിലിറ്റി കിട്ടണമെങ്കിൽ അതിന് ആപ്റ്റായിട്ടുള്ള ആ ഹെയർ പീസും കൂടി വെക്കണം. അത് ലാസ്റ്റ് ഞാൻ കാണിക്കാം. ആദ്യത്തെ മോയ്സ്ചറൈസിങ് ആണ്, അതുപോലെ തന്നെ പ്രൈമിങ്ങും ഒക്കെ. എല്ലാം സ്കിന്നിൻ്റെ ടൈപ്പ് എങ്ങനെയാണോ അത് നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. അന്നേരം ടീ സോൺ വളരെ ഓയിലിയാണ്, പിന്നെ സ്വെറ്റിങ്ങും ഉണ്ട്. അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്ന പോലത്തെ ഒരു മേക്കപ്പ് ആയിരുന്നു ചെയ്തത്. ടീനുവിൻ്റെ ഹെയർ സ്റ്റൈലിംഗ് സിമ്പിളായിട്ടാണ് ചെയ്തത്. മെയിൻലി ഇതൊരു ട്രീറ്റഡ് ഹെയർ ആയിരുന്നത് കൊണ്ടും ഇതാ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്തത്. ഗൗണിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഹെയർ പീസും ഉണ്ട്. പൂവിൻ്റെ ഒരു പേൾസും അതുപോലെ തന്നെ ബാക്കി സിമ്പിൾ പേൾസും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഹെയർ പീസ്. ബേസിക്കലി ടീനുവിൻ്റെ ഈ വെഡിങ് ലുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് സ്റ്റൈലിങ്ങിലാണ്. ഇയറിങ്സും മാലയും ഒക്കെ അതുപോലെയാണ്. വെരി സ്മോൾ ആയിട്ടുള്ളൊരു പെൻഡൻറ്റും അതുപോലെ തന്നെ കമ്മലും ഒക്കെയാണ്. ഏറ്റവും ബാക്കിലായിട്ട് ആ ഹമ്പ് വരുന്നതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ബ്രെയ്ഡ് പോലെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് ടെൻഡിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആഡ് ചെയ്തിട്ടില്ല, ഒരു 4 പീസ് ആഡ് ചെയ്തിട്ടുള്ളൂ. അതൊന്ന് കേൾ ചെയ്തിടുമ്പം കുറച്ച് ഫ്രണ്ടിൽ നിന്ന് ഹെയർ വിസിബിൾ ആയിരിക്കും. ഒരുപാട് സ്റ്റൈലിങ്സ് ഹെയറിൻ്റെ ബാക്കിലായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഫ്രണ്ടിലായിരിക്കും കൂടുതൽ പിക്ചേഴ്സൊക്കെ കിട്ടുക. അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് കൂടുതലും പിക്ചേഴ്സിൽ വരുമ്പോൾ ആ സ്റ്റൈലിങ് കിട്ടുള്ളൂ. പിന്നെ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച ഹെയർ പീസും കൂടി വെക്കുന്നുണ്ട്. ഇതാണ് ബാക്കിൽ പറഞ്ഞ ചെറിയ ബ്രെയ്ഡ്സ്. ഹെയർ പീസിൻ്റെ ഒരേ എൻഡ് ഇച്ചിരി സൈഡിലേക്ക് സ്ലാൻഡ് ചെയ്യുന്ന പോലെയാണ് ഇതിൽ വെക്കുന്നത്. ഇങ്ങനെ ഗൗൺ ഇടുന്ന ബ്രൈഡ്സിന് കുറച്ചധികം ഫ്രണ്ടിലേക്ക് ഈ ഹെയർ പീസ് കണ്ടാലും ഭംഗി തന്നെയാണ് കേട്ടോ. സാരിക്കാണ് അധികം ഹെയർ പീസ് ഫ്രണ്ടിലേക്ക് കാണണ്ടാത്തത്. പക്ഷേ ബ്രൈഡിന് അങ്ങനെ ഒരുപാട് കാണണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ സൈഡിലായിട്ട് തന്നെയാണ് ഹെയർ പീസ് വെക്കുന്നത്. അതുപോലെ വെയിലിൻ്റെ പ്ലേസിങ് ബ്രൈഡ്സിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണ് വെക്കുന്നത്. ഇതിങ്ങനെ താഴത്തേക്കാണ് വെയിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ചർച്ചിലുള്ള ഫംഗ്ഷന് വേണമെങ്കിൽ നമുക്ക് ഈ വെയിൽ നേരെ ഹെയറിൻ്റെ മുകളിൽ കവേർഡായിട്ട് ഇടാനായിട്ട് കഴിയും. ഫോട്ടോസിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ വെച്ചിട്ട് പിന്നീട് അങ്ങനെ ചെയ്യാനായിട്ടും കഴിയും. പൊതുവേ ഈ രാവിലെ ബ്രൈഡ്സ് വരുമ്പോൾ അവർ കുറച്ച് സ്ലീപ്പി ആയിരിക്കും. അതാണ് അവരുടെ ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇനി ഒരു വലിയ ഫോട്ടോ സെഷനും കൂടി ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ ഒരുപാട് പേര് ചിരിച്ചു കഴിഞ്ഞാൽ ഉള്ള മസിൽസും കൂടി പിന്നെയും പെയിൻ ആവും. അതുകൊണ്ട് ഇങ്ങനെ ഒരു നോർമൽ പോസ്റ്റിൽ ബ്രൈഡ്സ് ഇരിക്കണേട്ടോ. ഏകദേശം ഫുള്ളി സെറ്റാണ്. ഇനി കുറച്ച് ഫിനിഷിങ് ടച്ചസും കൂടി ഉള്ളൂ. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളി റെഡിയായി. ടീനുവിന് എയർ ബ്രഷ് മേക്കപ്പാണ് ചെയ്തത്. കുറച്ച് കളർ കറക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു എയർ ബ്രഷ് ലുക്കിലാണ് ഇങ്ങനെ ഒരു ബേസ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ലിപ്സ്റ്റിക്കിൽ ഒരുപാട് റെഡ് കളർ ഇടാതെ ഒരു ബ്രൗണിഷ് കൂടിയ ഒരു റെഡ് ടിൻറ്റ് ഓഫ് വരുന്നത് പോലത്തെ ഒരു ലിപ് കളറും കൂടിയിട്ട് ആഡ് ചെയ്തു. നല്ല ഭംഗിയുള്ളൊരു ഗൗണായിരുന്നു. കയ്യിലും നമ്മൾ ബാക്കിൽ വരുന്ന പോലത്തെ മുത്തുകളായിരുന്നു കയ്യിൽ വരുന്നത്. അത് ഈ യു പിൻസ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എളുപ്പം ഇടാൻ കഴിയും. അങ്ങനെ ഇത് ഇട്ട് കൊടുക്കുന്നതായത്. ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കുമെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. ഈ സിബൊക്കെ വരുന്നതിനേക്കാളൊരു ഭംഗിയുള്ള കാര്യമാണ് അവിടെ പേൾസ് വരുന്നത്. അപ്പോൾ ഡോക്ടർ ടീനു റെഡിയാണ്. ലില്ലിയം ബൊക്കെ വിത്ത് ഗ്രീൻ ലീഫൊക്കെ ആയിട്ടുള്ളൊരു ബൊക്കെ ടീനു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി പിടിച്ച് ഒരു റൗണ്ട് ബൊക്കെയാണ്. കുറച്ച് വീഡിയോസ് സ്റ്റുഡിയോയുടെ ഉള്ളിലെടുത്തു. ഈ രാവിലത്തെ ടൈമിൽ സ്റ്റുഡിയോയിൽ ലൈറ്റിങ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് ഡേ ലൈറ്റിലും കൂടി കുറച്ച് പിക്ചേഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡേ ലൈറ്റിൽ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് കുറച്ച് വീഡിയോസും കൂടെ എടുത്തു. ഡേ ലൈറ്റിൽ നിൽക്കുമ്പോഴാണ് കറക്റ്റ് നമുക്ക് ആ മേക്കപ്പിൻ്റെ ലുക്ക് കിട്ടുന്നത്. ഈ ബാക്കിൽ ഫുള്ളൊരു ഗ്രീൻ മണിമുല്ലയുടെ ഇലയാണ് ഇത്. അതിൻ്റെ മുന്നിൽ നിന്ന് എടുക്കുമ്പോൾ ഈ വൈറ്റ് ഗൗൺ ഇട്ട ബ്രൈഡ്സ് എല്ലാം നല്ലൊരു ഭംഗി തന്നെയാണ്. പിന്നെ ഇതേ സ്റ്റെയറിൽ നിന്ന് എടുക്കുന്ന ഒരു വീഡിയോ കൂടി എടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയറിൽ ഫിറ്റ് ആവാൻ പറ്റാത്ത അത്രയും ഒരു നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു ഗൗണായിരുന്നു ടീനുവിൻ്റെ. അപ്പോൾ അത് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഒരു ചെറിയ ഗാർഡൻ സ്പേസ് ഉണ്ട്. അവിടെ നിന്നും കൂടി വീഡിയോ എടുത്തു. പിന്നെ അധികം സമയമൊന്നും കളയാതെ വേഗം ഫോട്ടോഷൂട്ടിനായിട്ട് പോയി. ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം പല ലൊക്കേഷൻസിലൊക്കെ ആയിട്ട് വെയിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ പിന്നെ അധികം നേരം സ്റ്റുഡിയോയിലെടുത്ത് കളയാനില്ലാത്തതുകൊണ്ട് വേഗം ടീനു റെഡിയായി ടീനുവിൻ്റെ വെഡ്ഡിങ് ഡേയിലേക്ക്, ആ സ്പെഷ്യൽ ഡേ ഇൻ ദ ലൈഫിലേക്ക് ഇതാ സുന്ദരിയായിട്ട് പോവുകയാണ്. സിമ്പിൾ ഹെയർ ആൻഡ് ഗൗൺ ആൻഡ് വെരി ലൈറ്റ് കളർ വൈറ്റ് ആൻഡ് ഗ്രീൻ ബൊക്കെ, അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ അന്നയുടെ മേക്കപ്പ് ഒരു ഹാഫ് ഡണ്ണായി. ഫസ്റ്റ് ബ്രൈഡ് അപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി വെഡ്ഡിങ്ങിനായിട്ട് പോയി. അപ്പോൾ ഇതാണ് കേൾസ്. ഫ്രണ്ടിലെ കേൾസൊക്കെ ഒന്നും കൂടി ഫ്രഷൻ അപ്പ് ചെയ്തു.
എയർ ബ്രഷ് മേക്കപ്പ് ആയിരുന്നു അന്നയ്ക്ക് ചെയ്തത്. കുറച്ച് ബ്രൈറ്റനിങ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ബേസിൽ ചെയ്തു. ഇങ്ങനെ ഒരു ഫ്രഷ് ഫ്ലവറിൻ്റെ ഈ സ്പ്രേ കാർണിഷും ബേബി ബ്രെത്തും ഒക്കെ കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രഷ് ഫ്ലവർ ഹെയർ പീസ് അന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ബ്രൈഡ്സ് ഫ്രഷ് ഫ്ലവേഴ്സ് ഹെയറിൽ കീപ്പ് ചെയ്യുന്നത്. പക്ഷേ കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം കൂടുതലും ഫ്രഷ് ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കുറച്ച് വലിപ്പമുള്ളതായിട്ട് തന്നെ. ഒരുപാട് വലിപ്പമുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ ലുക്ക് തന്നെ മൊത്തം ഒന്ന് താഴ്ന്നു പോകും. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഇത്രയും ചെറുതെങ്കിലും ആയിട്ടുള്ള ഫ്രഷ് ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് വേണം. നിങ്ങൾക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് തന്നെ ഹെയറിൽ വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൊണ്ടുവരാം. ആദ്യം കണ്ട ഒരു ലുക്കേ അല്ല ഇപ്പം മേക്കപ്പ് കഴിഞ്ഞപ്പോൾ ഹെയർ സ്റ്റൈൽ വന്നത്. മേക്കപ്പും കൂടി കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഈ കൂടുതലും മെസ്സി ഹെയർ സ്റ്റൈൽസിൻ്റെ ഭംഗി വെക്കുക. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ഗോൾഡും പേളും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പീസ് ഉണ്ടായിരുന്നു. ഇത് ജോസ്കോ ജ്വല്ലറിന്ന് തന്നെ എടുത്തതാണ്. പിന്നെ ഈ ലിപ് കളർ പറയുകയാണെങ്കിൽ ബ്രൗൺ കൂടിയ റെഡാണ്. ഈ സ്കിൻ ടോണിന് അടിപൊളിയായിട്ട് ഇത് മാച്ച് ആവുന്നുണ്ട്. മൊത്തത്തിലൊരു ക്ലാസ് ആൻഡ് റോയൽ ഫിനിഷ് ഈ മേക്കപ്പ് ലുക്കിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏത് മേക്കപ്പ് എടുത്താലും അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഫേസ് മേക്കപ്പിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ലിപ് ഷെയ്ഡ്. ബ്രൈഡ്സിൻ്റെ സ്കിൻ ടോണിന് നമ്മൾ ചെയ്യുന്ന മേക്കപ്പിന് മാച്ച് ആയിട്ടുള്ള ഒരു ലിപ് ഷെയ്ഡ് ഇടുവാണെങ്കിൽ ഹാഫ് ഓഫ് ദ തിങ് ഇസ് ഡൺ എന്ന് തന്നെ പറയാം. എന്നയുടെയും ഫൈനൽ ലുക്ക് ഇതേ ഡേ ലൈറ്റിൽ ക്ലോസ് ആയിട്ടൊന്ന് കാണിക്കാമെന്ന് വെച്ചു. ഫസ്റ്റ് ബ്രൈഡിൻ്റെയും ഗ്രീൻ ആൻഡ് വൈറ്റ് ബൊക്കെ ആയിരുന്നു. പക്ഷേ അത് വേറൊരു കോമ്പിനേഷനിൽ. ഇത് ഫ്രഷ് ഫ്ലവറിൻ്റെ ബൊക്കെയാണ്. ഫൈനൽ ലുക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ ലുക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നത് അതും കൂടി ഒന്ന് കമൻസിൽ എഴുതണേ. അന്നയുടെ എൻഗേജ്മെന്റ് ലുക്കിന് റെഡ് ആയിരുന്നു കളർ. ഒരു റെഡ് ലെഹങ്ക ആയിരുന്നു. അതിൻ്റെ കൂടെ വേറൊരു ലിപ് കോംബോ ആട്ടോ ഇട്ടത്. പക്ഷേ ഈ ലുക്കിൻ്റെ കൂടെ ഫസ്റ്റ് മേക്കപ്പിന് മുന്നേ കുറച്ച് സ്കിന്ന് ഡള്ളായിട്ടിരുന്നെങ്കിലും മേക്കപ്പ് കഴിഞ്ഞപ്പം എനിക്ക് എൻഗേജ്മെന്റ് ലുക്കിനേക്കാളും കൂടുതൽ ഈ ലുക്കാണ് എനിക്ക് അന്നയ്ക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. വിത്ത് വൈറ്റ് ആൻഡ് ഗ്രീൻ ബൊക്കെ, പിന്നെ ഒരു സിൽവറും ഒരു ആൻറ്റീക് ഷെയ്ഡും കൂടി മിക്സ് ആയിട്ടുള്ളൊരു സാരി. അങ്ങനെ ഒരു ടോട്ടൽ ലുക്ക് വിത്ത് വെയിലാണെങ്കിലും നല്ലൊരു ഭംഗിയുള്ള ഒരു വെയിൽ തന്നെയായിരുന്നു. തുമ്പത്തൊക്കെ നല്ല എംബ്രോയിഡറി ഉണ്ടായിരുന്നു. സോ ദിസ് ഈസ് അവർ നെക്സ്റ്റ് ബ്രൈഡ് നിഷ വിൽസൺ. നിഷ ചെന്നൈയിലാണ് പഠിച്ചത്. ബോൺ ആൻഡ് ബോട്ടപ്പൊക്കെ അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട് മലയാളത്തിലൊക്കെ. പക്ഷെ വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു നിഷ വാണ്ടഡ് ദ മേക്കപ്പ് ടു ബി വെരി സിമ്പിൾ. അപ്പോൾ ഓരോ ലെയർ ഇടുമ്പോൾ കുറച്ച് പേടിയാണ് നിഷയ്ക്ക് ഇതെങ്ങനെ ഫൈനൽ ആകുമെന്ന്. ഒരിക്കലും അങ്ങനെ ബേസും മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ്. ബട്ട് ഫൈനൽ ലുക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ ബേസിലാണ് വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് ഡ്യൂവി ഫിനിഷിലും കൂടിയിട്ട് ചെയ്തിട്ടുള്ളത്. നിഷയുടെ ഹെയർ സ്റ്റൈലിങ് സെൻറ്റർ പാർട്ട് പോലെ തോന്നുമെങ്കിലും അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ളൊരു സെൻറ്റർ പാർട്ടല്ല. ഇത് കുറച്ച് സൈഡായിട്ടുള്ള ഒരു പാർട്ടീഷനാണ്. ട്വിസ്റ്റ് രണ്ട് സൈഡിൽ വരുന്നത് പോലെ വരുന്ന ഒരു ചെറിയ സെൻറ്റർ പാർട്ട് വിത്ത് കുറച്ച് ടെൻഡ്രിൽസ്, പിന്നെ ബാക്കിലത്തെ ഒരു ഹെയർ അപ്ഡു. അങ്ങനെയാണ് ഈ ഹെയർ സ്റ്റൈൽ ടോട്ടലി വരുന്നത്. നിഷ ബോത്ത് എക്സൈറ്റഡ് ആൻഡ് നെർവസ് ആയിരുന്നു എങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നതെന്ന് അറിയാൻ. ഫ്രണ്ടിൽ ട്വിസ്റ്റ് എടുക്കുമ്പം വി ഹാവ് ടു മേക്ക് ഷുവർ ദർ ഇസ് വോളിയത്തിന് വേണ്ടിയിട്ടുള്ള പ്രെപ്പിങ് ആദ്യം ചെയ്തിട്ടാണ് ഇങ്ങനെ ഹെയർ സ്റ്റൈലിങ് ചെയ്യുന്നത്. അതിനുള്ള പ്രെപ്പിങ് ക്രിമ്പിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഹെയർ സ്റ്റൈലിങ് വരുന്നത്. നിഷ ഒരു ബൊക്കെ കൂടി ഞങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് മിക്സ് ഓഫ് കളേഴ്സ്. അതിൽ ബ്ലൂ ഉണ്ടായിരുന്നു, വെരി ലൈറ്റ് പീച്ച് പിങ്ക് പോലത്തെ, വൈറ്റ് പോലത്തെ, അങ്ങനത്തെ ഒരു ഫ്രഷ് ഫ്ലവറിൻ്റെ കോമ്പിനേഷനുള്ള ഒരു ബൊക്കെയാണ് ഞങ്ങൾക്ക് അയച്ചു തന്നത്. അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് സെയിം ആയിട്ട് ചെയ്തിട്ടുള്ളൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ ബൊക്കെ കൂടിയിട്ട് നിഷയ്ക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും കൂടി വീഡിയോ കാണിക്കാം കേട്ടോ. ഫസ്റ്റ് ബ്രൈഡ് ടീനുവിൻ്റെ പോലത്തെ തന്നെ ഒരു സിമ്പിൾ ലുക്ക് തന്നെയാണ് നിഷയ്ക്കും ചെയ്തത്. നിഷയുടെ പെൻഡൻറ്റും ഇയറിങ്ങും ഒക്കെ അതുപോലെ സ്മോൾ ആയിരുന്നു. പിന്നെ ഇയറിങ് സ്മോൾ ആണെങ്കിലും നിങ്ങൾ ഈ താഴത്തെ ഇയർ ലോബ് ഒന്ന് ഹൈഡ് ആവുന്ന പോലത്തെ ഇതുപോലത്തെ ഇയർ പീസ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഇതിലൊരു റിങ് കമ്മൽ ആയതുകൊണ്ട് താഴത്തെ ഇയർ ലോബ് പെർഫെക്റ്റ്ലി ഹൈഡ് ആയിട്ടുണ്ട്. അതുപോലെ പെൻഡൻറ്റിലാണെങ്കിൽ ഒരു 3 ഫ്ലവേഴ്സ്, ഡയമണ്ടിൻ്റെ 3 ഫ്ലവേഴ്സ് ഒരുമിച്ചിട്ടുള്ള ഒരു പീസായിരുന്നു. ലിപ് കളറ് ഷെയ്ഡ് ഓഫ് പിങ്ക്, റെഡ്, പിന്നെ കുറച്ച് ബ്രൗൺ, അതിൻ്റെയൊക്കെ ഒരു മിക്സ് ആയിരുന്നു. ആൻഡ് ഷീ വാണ്ടഡ് എവറിത്തിങ് ഇൻ ഡ്യൂവി ഫിനിഷ്. പിന്നെ ഹെയർ സ്റ്റൈലിങ് ചെയ്തപ്പം ലേശം ഗ്രേ ഹെയർസ് ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഗ്രേ ഹെയർസ് ഉള്ള ബ്രൈഡ്സ് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് കട്ട് ചെയ്ത് കളയരുത്. കട്ട് ചെയ്യുവാണെങ്കിൽ അത് വെരി പീക്കി ആയിട്ട് പിന്നെ വളരും. ലൈറ്റായിട്ട് ഹെന്ന ചെയ്യാം, അതിൻ്റെ ഹെയർ കളറിങ് ചെയ്യാം, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിർത്തിയേക്കുക. നമ്മൾ ഹെയർ സ്റ്റൈലിങ് ചെയ്യുമ്പോൾ അതൊന്ന് കവർ ചെയ്തിട്ടേ ചെയ്യുള്ളൂ. ഒരിക്കലും അത് കട്ട് ചെയ്ത് കളയാൻ നിൽക്കരുത്. ഓർണമെൻറ്റ്സിൻ്റെ ഒരു ക്ലോസർ ലുക്കാണിത്. ഞാൻ പറഞ്ഞ ആ 3 പീസ് ഫ്ലവറിൻ്റെ പെൻഡൻറ്റ് കണ്ടില്ലേ, ഫ്ലവറിൻ്റെയും പെൻഡൻ്റെയും പേൾ പീസ് തന്നെയാണ് നിഷയും ചൂസ് ചെയ്തതെന്ന്. അപ്പം ഹെയർ സ്റ്റൈലിങ് ഏകദേശം ഫിനിഷ് ആവാറായി. ഫ്രണ്ടിലെ പാർട്ടൊക്കെ കഴിഞ്ഞു, അതിൻ്റെ 2 സൈഡിലെയുള്ള ട്വിസ്റ്റുകളൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കിൽ കുറച്ച് ഹെയർ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് ചെയ്ത ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് പോലെ എടുത്ത് ചെയ്ത ഒരു ഹെയർ സ്റ്റൈലിംഗ് ആണിത്. വൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോർ ദാൻ എ കളർ ഓൺ എ വെഡിങ് ഡേ. ഈ പുറത്തുള്ള രാജ്യങ്ങളിൽ വെസ്റ്റേൺ കൺട്രീസിൽ വൈറ്റ് ഗൗൺ ഇടുന്നത് അത് സിമ്പിൾ ചെയ്യുന്നത് ഇന്നസെൻസ് ആൻഡ് ഹോപ്പാണ്. പക്ഷേ ഈ സൗത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ വെഡ്ഡിങ്സിൽ വൈറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും അതൊരു സ്പിരിച്വൽ മീനിങ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അക്രോസ് കൾച്ചേഴ്സ്
ബ്രൈഡ്സ് വൈറ്റ്സ് ഇടാറുണ്ട്. കൂടുതലും അതിൻ്റെ പ്യൂരിറ്റി, സീക്രട്ട്നെസ് ആൻഡ് മോർ ഓവർ ഇറ്റ്സ് ഫ്രഷ് ബിഗിനിങ്ങിനെ അർത്ഥമാക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ വൈറ്റുകൾ ഇടുന്നത്. പിന്നെ ചില ബ്രൈഡ്സെങ്കിലും പറയാറുണ്ട് ഇനി ഈ വൈറ്റ് ഗൗൺസ് ഇനി ഇടാൻ പറ്റില്ലല്ലോ എന്ന്. പക്ഷേ അതാണ് അതിൻ്റെ പ്രത്യേകത. അന്ന് ആ ഒരു ദിവസം, ആ സ്പെഷ്യൽ ഡേ മാത്രമേ നമുക്ക് ആ വൈറ്റ് ഇടാൻ കഴിയുള്ളൂ. പിന്നെ ഒരിക്കലും നമ്മുടെ വെഡ്ഡിങ് ഡേയിലോ വേറൊരാൾക്കും അന്ന് വൈറ്റ് ഇട്ട് നിൽക്കാൻ കഴിയില്ല. ബ്രൈഡിൻ്റെ ഈ ഗൗൺ ചെന്നൈയിൽ നിന്നാണ് ചെയ്തത്. ഈ ചെന്നൈയിൽ നിന്ന് ചെയ്ത ഈ ഗൗണിൻ്റെ ഒപ്പം വെയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. വെയിലിൻ്റെ തുമ്പത്ത് നിറയെ എംബ്രോയിഡറി ഉണ്ടായിരുന്നു. ഇവിടെ ബ്രൈഡ് സജസ്റ്റ് ചെയ്തത് ഹെയറിൻ്റെ മുകളിൽ നിന്ന് വെയിൽ വെക്കാനായിട്ടാണ്. ഒരു ഡബിൾ നെറ്റ് ഉണ്ടായിരുന്നു, ഒരു ഡബിൾ ഓർ ട്രിപ്പിൾ നെറ്റ് ഉണ്ടായിരുന്നു ഈ വെയിലിങ്ങിന്. നെറ്റിങ്ങിൻ്റെ ലെയറിങ്ങിൻ്റെ ഒരു ഐഡിയൽ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഒരു ഒറ്റ ലെയർ ആണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അതുപോലെ സാധാരണ കിട്ടുന്ന അത്രയും വീട്ടിൽ തന്നെ അല്ലാതെ സൈഡ്സ് കുറച്ച് കട്ട് ചെയ്തിട്ട് ലോങ് ആയിട്ട് ഹെയറിൻ്റെ മുകളിൽ നിന്ന് കീപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. എനിവേ ഇവിടെ കുറച്ച് അധികം ലെയറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ തീരെ ഹെയർ സ്റ്റൈലിങ് പുറത്തേക്ക് ഒട്ടും കാണില്ല, സൈഡും കാണില്ല. അതാണ് ഞാൻ കുറച്ച് സൈഡും കൂടി കട്ട് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് നെറ്റിൻ്റെ മുകളിൽ നിന്നാണ് ആ ഹെയറിൻ്റെ ആ പീസ് വെച്ചത്. ഹെയർ പീസ് ഒട്ടും ഫ്രണ്ടിൽ കാണാതെ കറക്റ്റ് ബാക്കായിട്ട് വെക്കാനാണ് ബ്രൈഡ് പറഞ്ഞത്. അപ്പോൾ ബാക്കിൽ വെക്കുമ്പം കറക്റ്റായിട്ട് ബാക്കിൽ നിന്നുള്ള പിക്ചറിൽ ഫുൾ വ്യൂ നോക്കുമ്പം അങ്ങനെ പെർഫെക്റ്റായിട്ട് ബാക്കിൽ തന്നെ ഇരിക്കും. അത് ഒരു സൈഡിലേക്ക് പൊസിഷൻഡ് ആയിട്ട് പോകുന്ന പോലെ ഒന്നും തോന്നത്തില്ല. ഇങ്ങനെയായിരിക്കും ബാക്കിലിരിക്കുന്നത്. കറക്റ്റ് നെറ്റിൻ്റെ മുകളിലായിട്ടായിരിക്കും ഹെയറിൻ്റെ പീസ്. ചർച്ച് ഫംഗ്ഷന് ഇതിൻ്റെ ഒരു ലെയർ എടുത്ത് ഫ്രണ്ടിലിടാൻ വേണ്ടിയിട്ടാണ് ബ്രൈഡ് നോക്കുന്നത്. അപ്പോൾ നിഷയുടെ ബിഗ് ഡേക്ക് വേണ്ടിയിട്ട് റെഡി ആയി കഴിഞ്ഞു. മേക്കപ്പ് വെരി ഡ്യൂവി ആയിട്ട്, ഹെയർ സ്റ്റൈലിംഗ് വിത്ത് കുറച്ച് ടെക്സ്ചേഴ്സ് ആൻഡ് വെയിൽ ഓൺ ദ ഹെയർ അപ്പ് ടു. കുറച്ചധികം പേര് കമൻസിൽ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ സ്റ്റുഡിയോ എവിടെയാണ്. ഞങ്ങളുടെ സ്റ്റുഡിയോ എറണാകുളത്ത് എടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾ ഹോം സർവീസുകളൊന്നും ചെയ്യുന്നില്ല. എല്ലാവർക്കും ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ തന്നെയാണ് വന്ന് ചെയ്യുന്നത്. ഇതാണ് നിഷയ്ക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത ആ ബ്രൈഡൽ ബൊക്കെ. അതിൽ പീച്ച്, ബ്ലൂ, ടിൻഡ് ഓഫ്, കുറച്ച് ഭംഗിയുള്ള ഗ്രീൻസ് ആൻഡ് ഓഫ് വൈറ്റ്, അങ്ങനെ ഒരു കോമ്പിനേഷനിലായിരുന്നു ചെയ്തത്. ആർട്ടിഫിഷ്യൽ ഫ്ലവർ ബൊക്കേസിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ചോദിച്ചാൽ അത് വെരി ലൈറ്റാണ്, ഒട്ടും തന്നെ വെയിറ്റ് ഉണ്ടാവില്ല. ഫ്രഷ് ഫ്ലവേഴ്സ് ചെറുതാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ വലിപ്പം കൂടുന്തോറും വെയിറ്റ് കൂടി വരും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ബ്രൈഡ്സ് ഒന്ന് മാനേജ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വെയിറ്റും കൂടി ഒന്ന് താങ്ങേണ്ടി വരും. ആർട്ടിഫിഷ്യൽ ബൊക്കെ ആണെങ്കിൽ ആ ഒരു കാര്യമില്ല. പിന്നെ നിങ്ങൾക്കിത് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം. ഗൗണൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന പോലെ ആസ് എ പാർട്ട് ഓഫ് മെമ്മറി നിങ്ങൾക്ക് ഈ ബൊക്കയും കൂടി സൂക്ഷിച്ച് വെക്കാൻ പറ്റും. So this is all of our 3 brides on a single day. Subscribe for more Jenny Professional Makeup.